Hi, this is Asina Hussain and welcome to my channel. So, in this video, Sara inspired makeup look. So, വളരെ പെട്ടെന്ന് and വളരെ easy ആയി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ടോണർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഗുഡ് വൈബ്സ് റോസ് ഗ്ലോ ടോണർ ആണ്. സ്പ്രേ ടൈപ്പ് ടോണർ ആണ്. നമുക്ക് ഫേസിൽ ടോണർ ഇതുപോലെ സ്പ്രേ ചെയ്യുക, ജസ്റ്റ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഡാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നാച്ചുറലി ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്ത ശേഷം അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യണം. ഇത് നമ്മുടെ സ്കിന്നിൽ കംപ്ലീറ്റ് ആയി അബ്സോർബ് ആവണം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് മമ്മ എർത്ത് ടീ ട്രീ ഫേസ് സിറം വിത്ത് ടീ ട്രീ ആൻഡ് സൽസിലിക് ആസിഡ് ഫോർ ആക്നി ആൻഡ് പിമ്പിൾസ്. സോ ഈ പ്രൊഡക്റ്റ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് ഫേസ് സിറം ആണ്, ബട്ട് നോർമൽ ഫേസ് സിറം അപ്ലൈ ചെയ്യുന്നത് പോലെ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഫേസിൽ ഡാമേജ് ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഡാമേജ് ഏരിയാസ് മീൻസ് നമ്മുടെ ഫേസിൽ ആക്നി മാർക്സ്, ബ്രേക്ക് ഔട്ട് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് വേഗം അബ്സോർബ് ആവുന്ന പ്രൊഡക്റ്റ് ആണ്. സോ നമ്മുടെ ഫേസിൽ വേഗം ഡ്രൈ ആവും. നെക്സ്റ്റ് ഞാനിവിടെ ന്യൂട്രിജിനയുടെ സിറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ന്യൂട്രിജിന ഹൈഡ്രോ ബൂസ്റ്റ് ക്യാപ്സുലിൻ സിറം. ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറമാണ്. പ്രൈസ് ലിറ്റിൽ ബിറ്റ് ഹൈ ആണ്, ബട്ട് 30 ml പ്രൊഡക്റ്റിന് 840 rupees ആണ്. ബട്ട് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ന്യൂട്രിജിനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ, അതുപോലെ തന്നെ ന്യൂട്രിജിനയുടെ ഹൈഡ്രോ ബൂസ്റ്റ് ക്യാപ്സുലിൻ സിറം, രണ്ടും നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. നെക്സ്റ്റ് ബ്ലൂ ഹെവൻ പ്രൈമർ, മേക്കപ്പ് പെർഫെക്റ്റ് ബേസ്, ഓയിൽ ഫ്രീ, നോൺ ഗ്രീസി ആൻഡ് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറാണ്. സോ നമ്മുടെ CTM പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മേക്കപ്പിൻ്റെ ബേസായ പ്രൈമറാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യേണ്ടത്. പ്രൈമർ നമ്മുടെ ഫേസിലെ പോർസ് ക്ലോസ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ നമ്മളിപ്പോൾ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ മേക്കപ്പിന് സ്മൂത്ത് ടെക്സ്ചർ നൽകാൻ, നമ്മുടെ ഫേസിലുള്ള ഫൈൻ ലൈൻസ്, പോർസ് എല്ലാം ക്ലിയർ ചെയ്യാൻ. സോ പ്രൈമർ അപ്ലൈ ചെയ്ത ഉടൻ തന്നെ നമ്മുടെ ഫേസ് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ സ്മൂത്ത് സോഫ്റ്റ്നെസ് ആണ് നമ്മുടെ സ്കിൻ നമുക്ക് ഫീൽ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രൈമർ മസ്റ്റായി അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് വൺ മെബിലിൻ മേഡ് പ്ലസ് പോർലെസ് ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്. ഇത് നോർമൽ ടു ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ. 115 ഐവറി ഷെയ്ഡാണ് ഇതിൻ്റെ. സോ ഇത് ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ. പ്രൈമർ അപ്ലൈ ചെയ്ത് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് 2 മിനിറ്റ്സ് പ്രോസസ്സ് അല്ല. ഫൗണ്ടേഷൻ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ടൈം എടുത്ത് വേണം നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ. നമ്മൾ ഫേസ് ആദ്യം മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് CTM പ്രോസസ്സ് ചെയ്തു, മീൻസ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തു, അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്തു. സോ ടോണർ നമ്മൾ ഫേസിൽ സ്പ്രേ ചെയ്ത് നമ്മൾ 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് ആയി അബ്സോർബ് ആവണം. നമ്മൾ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്തത് എന്തിനായിരുന്നു? നമ്മുടെ ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്ത ശേഷം നമ്മുടെ പോർസ് ഓപ്പൺ ആയി, അത് നാച്ചുറലായി നമുക്ക് ക്ലോസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ടോണർ സ്പ്രേ ചെയ്തത്. അതുപോലെ തന്നെയാണ് ഫൗണ്ടേഷൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് പ്രോസസ്സ് അല്ല. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ടൈം എടുക്കും. നമ്മൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് എത്ര ടൈം എടുത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഡാബ് ചെയ്യുക, നമ്മുടെ മേക്കപ്പ് അത്ര പെർഫെക്റ്റ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ലാക്മേ 925 പ്രൈമർ പ്ലസ് മേറ്റ് ലിക്വിഡ് കൺസീലർ 10 ഐവറി ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കൺസീലർ തന്നെയാണ്. ബട്ട് കൺസീലർ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് അത്യാവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാവൂ. മീൻസ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ഫേസിൽ കവർ ആവാത്ത പാർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ്, ആക്നി മാർക്സ്, അത് കവർ ചെയ്യാനാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. കൺസീലർ കുറച്ച് തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയാണ്. സോ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് കൺസീലർ നല്ലപോലെ ഡാബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് കേക്കി ആവും, വൈറ്റ് പാച്ചസ് വരും, ഫൈൻ ലൈൻസ് ക്രിയേറ്റ് ആവും. സോ ടൈം എടുത്ത് വേണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് പോലെ കൺസീലർ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സ്വിസ് ബ്യൂട്ടി ഓയിൽ 2-in-1 കൺട്രോൾ കോമ്പാക്ട് പൗഡർ. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഞാനൊരു മേക്കപ്പ് ലുക്ക്, മെഹന്തി നൈറ്റ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ കൺസീലർ, അത് എത്ര വലിയ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആയാലും ശരി, നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം ആ പ്രൊഡക്ട്സ് സെറ്റ് ചെയ്യാൻ നമ്മൾ കോമ്പാക്ട് പൗഡർ, ലൂസ് പൗഡർ യൂസ് ചെയ്യണം. സോ അതിന് ഏറ്റവും ബെസ്റ്റാണ് ഈ റീസെൻ്റായി ഞാൻ യൂസ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റ്, സ്വിസ് ബ്യൂട്ടിയുടെ ഓയിൽ 2-in-1 കൺട്രോൾ കോമ്പാക്ട് പൗഡർ. ഇതിൽ ഫസ്റ്റ് വൺ മേറ്റ് ഫിനിഷിംഗ് കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വൺ ഐബ്രോസ് ഫിൽ ചെയ്യുക. ഐബ്രോസ് ഫിൽ ചെയ്യാനായി ഞാനിവിടെ വെറ്റ് ആൻഡ് വൈൽഡ് അൾട്ടിമേറ്റ് ബ്രോക്കേറ്റ് E963 ആഷ് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൽ ഈ ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ആൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ട്രാവൽ ഫ്രണ്ട്ലി ഒരു ഐബ്രോ കിറ്റാണ്. ഇതിൽ നമുക്ക് പ്ലക്കർ ആൻഡ് സ്പൂലി അവൈലബിൾ, ബ്രഷ്, 2 കളേഴ്സ്, 1 സെറ്റിംഗ് വാക്സ് ക്രീം ആൻഡ് ഇതിൽ മിറർ എല്ലാം അവൈലബിൾ ആണ്. സോ നമ്മൾ എവിടെ പുറത്ത് പോയാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം മതി 2 ഡിഫറെൻറ്റ് ഐബ്രോസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഇതിൽ മിററും സ്പൂലി ബ്രഷ് എല്ലാം അവൈലബിൾ ആണ്. ഐബ്രോസ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ സെറ്റിംഗ് വാക്സ് ക്രീം യൂസ് ചെയ്ത് ഐബ്രോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. വീഡിയോ എൻ്റെ ചാനലിൽ കാണും. നെക്സ്റ്റ് വൺ ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പാണിത്. കോൺടൂർ 07 നൈക്കയുടെ 07 ഫൗണ്ടേഷൻ സ്റ്റിക്ക് ടോഫി ചീസിലാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാനിവിടെ സാര അലിഖാൻ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ചബി ചിക്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് മസ്റ്റ് കോൺടൂർ അപ്ലൈ ചെയ്യണം. സോ കോൺടൂർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഷാർപ്പ് ചെയ്യാം. മീൻസ് നമ്മുടെ നോസ്, നമ്മുടെ ചീക്ക് ബോൺസ്, നമ്മുടെ ജോ ലൈൻ, നമ്മുടെ ഫോർ ഹെഡ് എല്ലാം. കാരണം എല്ലാവർക്കും അറിയാം സാര അലി ഖാൻ്റെ ബ്യൂട്ടിഫുൾ ഫേസ് എത്ര സ്ലിം ആണെന്നുള്ളത്. സോ നമ്മളെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡബിൾ ചിന്നുള്ളവർക്ക് നമുക്ക് കോൺടൂർ യൂസ് ചെയ്ത് ഇതുപോലത്തെ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസും സ്ലിമ്മായി ക്രിയേറ്റ് ചെയ്യാം. ബട്ട് നിങ്ങൾ മോർണിംഗ് ടൈം നമ്മുടെ ഫേസിൽ ഫേക്ക് കോൺടൂർ ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബ്രോൺസറാണ്. ബ്രോൺസർ നിങ്ങൾ ജസ്റ്റ് നമ്മൾ കോൺടൂർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതുപോലെ ബ്രോൺസർ അപ്ലൈ ചെയ്താൽ മതി. പൗഡർ ടൈപ്പ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ഫേസിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫേക്ക് കോൺടൂർ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിക്ക് കോൺടൂർ ആണ്. നമ്മൾ ഫൗണ്ടേഷൻ കൺസീലർ അപ്ലൈ ചെയ്യാൻ ടൈം എടുത്ത പോലെ തന്നെ ഈ കോൺടൂർ ഡാബ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ വളരെ ഈസിയായി അപ്ലൈ ചെയ്യാൻ ഡാബ് ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ലാക്മി അബ്സല്യൂട്ട് ബ്ലഷ് ഡ്യൂസിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ 2 ഷെയ്ഡ്സ് ആണ്. ഒന്ന് പിങ്കിഷ് ആൻഡ് 1 ലിറ്റിൽ ബിറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. സോ അതുകൊണ്ട് നമ്മൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ റൗണ്ട് സൈഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വൺ സ്വിസ് ബ്യൂട്ടി ബോൾഡ് മേറ്റ് ലിപ് ലൈനർ ഹോട്ട് റെഡ് 05 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. സ്വിസ് ബ്യൂട്ടിൻ്റെ ഒരു ഐ തിങ്ക് 11 ഷെയ്ഡ്സ് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് ലിപ് ലൈനേഴ്സിൻ്റെ. ആ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ആൻഡ് ദിസ് വൺ ഹോട്ട് റെഡ് 05 ഫസ്റ്റ് ലിപ് ലൈനറായി നമുക്ക് ഈ കളർ യൂസ് ചെയ്യാം. ആൻഡ് ലിറ്റിൽ ബിറ്റ് ഈ ഷെയ്ഡ് തന്നെ നമ്മുടെ ലിപ്സ് ഒന്ന് നമ്മുടെ പിഗ്മെൻറ്റഡ് ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യാം. സോ ലിപ് ലൈനർ അങ്ങനെ യൂസ് ചെയ്ത ശേഷം നെക്സ്റ്റ് ഞാനിവിടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്ക് നൈക്ക 50M സിന്നമോൺ ക്രഞ്ചാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇനി നമുക്ക് ഐ മേക്കപ്പാണ് ചെയ്യാനുള്ളത്. സോ ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹെയർ സ്റ്റൈലും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതും കാണാൻ മറക്കരുത്. ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്വിസ് ബ്യൂട്ടി മേക്കപ്പ് പ്രോ ഐ ഷാഡോ കളക്ഷൻ 100 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. സോ ഇതിൽ ഈ കളറാണ് ഞാൻ ആദ്യം ഇവിടെ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്യുന്നത്. ക്രീസ് ലൈനിൽ ഈ കളർ അപ്ലൈ ചെയ്യുക. റോയൽ ലാഗ്നിക്കലിൻ്റെ ക്രീസ് ബ്രഷ് ആൻഡ് സ്മജ് ഫ്ലഫി ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ക്രീസ് ലൈനിൽ ഐ ഷാഡോ വളരെ പെർഫെക്റ്റായി വേണം നമ്മൾ സ്മജ് ചെയ്യാൻ. ടൈം എടുക്കും. മേക്കപ്പ് പറയുമ്പോൾ വളരെ സിമ്പിളായി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഈ കളറാണ് ഇവിടെ പിക്ക് ചെയ്യുന്നത്. സെയിം ഈ കളർ ഞാൻ ക്രീസ് ലൈനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ലിറ്റിൽ ബിറ്റ് ഞാൻ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത ശേഷമാണ് ആ കളർ ക്രീസ് ലൈനിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ 2-3 കളേഴ്സ് എന്തായാലും നമ്മൾ പിക്ക് ചെയ്യും. ആ 2-3 കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കാണുന്നവർക്ക് നമ്മൾ റെയിൻബോ മേക്കപ്പ് ലുക്ക് അല്ല. റെയിൻബോ മീൻസ് സ്മജ് ആയിട്ടുള്ള കളേഴ്സ് അല്ല, എല്ലാം ലൈൻസ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ആണ്. നമുക്ക് അങ്ങനെയല്ല ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മളെല്ലാം സ്മജ് ചെയ്തിട്ടാണ് നമ്മൾ ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മീൻസ് നമ്മൾ അപ്ലൈ ചെയ്ത കളർ ഇത് ഓറഞ്ച് ആണോ പിങ്ക് ആണോ കാണുന്നവർക്ക് കൺഫ്യൂഷൻ തരണം. അങ്ങനെ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ. കൺസീലർ യൂസ് ചെയ്ത് കട്ട് ക്രീസ് ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഞാൻ ഇതിലും ഈ ബ്രൗൺ ഷെയ്ഡ് ഇവിടെ സ്മജ് ബ്രഷ് യൂസ് ചെയ്ത് ഐലിഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് സാര അലി ഖാനിൻ്റെ ഫോട്ടോ മാത്രം കണ്ടിട്ടാണ് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ സെയിം ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ലോവർ ലാഷസിൽ സെയിം സ്മജ് ബ്രഷ് യൂസ് ചെയ്ത് സ്മജ് ചെയ്യാണ്.
നെക്സ്റ്റ് ഞാനിവിടെ ഇന്നർ കോർണറിൽ ഈ കളറാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മുടെ മേക്കപ്പിന് എപ്പോഴും ഒരു പെർഫെക്റ്റ് കിട്ടുന്നത് ഇന്നർ കോർണറിൽ നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്ത് നമ്മുടെ ഐസ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ്. ആൻഡ് ഇതിൽ തന്നെ ഈ ഷെയ്ഡ് യൂസ് ചെയ്ത് ബ്രോ ബോൺ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ലാക്മി ഐക്കോണിക് ഇൻസ്റ്റാ കൂൾ കാജലാണ്. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ലാസ്റ്റ് അപ് ടു 22 hours. സോ നമുക്ക് ഈ പ്രൊഡക്റ്റിന് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് ഞാൻ ഇത് റിവ്യൂ ചെയ്യാം. ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡാണിത്. നമുക്കിത് അപ്ലൈ ചെയ്ത് നമ്മുടെ കാജൽ നമ്മുടെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം വാട്ടർ ലൈനിൽ കാജൽ അപ്ലൈ ചെയ്ത ശേഷം ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ കാജൽ സ്മച്ച് ചെയ്യുക. ബട്ട് ഞാനിവിടെ കാജൽ സ്മച്ച് ചെയ്ത് ലോവർ ലാഷസിൽ ഞാൻ സ്മച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് കാജൽ അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് ഐലൈനർ. ഇത് സിസ്പിറ്റി അൾട്രാ ബ്ലാക്ക് ലോങ് വിയർ നോൺ ട്രാൻസ്ഫർ ലിക്വിഡ് പെൻ ഐലൈനർ ആണ്. ആൻഡ് ദ ട്രാവലി ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ്. പെൻ ഐലൈനർ ആണ്. ജസ്റ്റ് നമ്മുടെ ഒരു പെൻ നമ്മുടെ ഹാൻഡ് ബാഗിൽ നമ്മുടെ ക്ലച്ചസിൽ യൂസ് ചെയ്യുന്ന പോലെ വളരെ സിമ്പിളായി യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് ലീക്ക് ആവില്ല ആൻഡ് വളരെ ഈസി അപ്ലൈ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് സിസ്പിറ്റി പ്രൊഫഷണൽ മേക്കപ്പ് സ്നാപ്പ് ഷോട്ട് ലാഷ് ലുക്ക് റെഡി മസ്കാര ആണ്. സോ ഈ വീഡിയോയിൽ ഞാൻ ഫേക്ക് ഐലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മസ്കാര മാത്രം യൂസ് ചെയ്ത് നമ്മൾ സ്മോൾ ഫേക്ക് ഐലാഷസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുക. സോ പ്രൊഡക്റ്റ് ആദ്യം മസ്കാര ഫസ്റ്റ് നമ്മൾ നാച്ചുറൽ ലാഷസിൽ ഇതുപോലെ മസ്കാര ചെയ്യുക. ആൻഡ് ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് ടൈം സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസറിങ്. നമ്മുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് മേക്കപ്പ് ഫിക്സർ ആണ്. ഇത് ബ്ലൂ ഹെവൻ മേക്കപ്പ് ഫിക്സർ ആൻഡ് ഇത് പാരബൻ ഫ്രീ വിറ്റമിൻ ഇ ആൻഡ് വിറ്റമിൻ B5 അടങ്ങിയിട്ടുള്ള ഒരു മേക്കപ്പ് ഫിക്സർ ആണ്. ഇത് നമ്മുടെ ഫേസിൽ ഇതുപോലെ സ്പ്രേ ചെയ്യുക. ആൻഡ് ഇത് നാച്ചുറലി കംപ്ലീറ്റ് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഹൈലൈറ്റർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. ബട്ട് എനിക്ക് ഇമേജിൽ കണ്ടപ്പോൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത പോലെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ടില്ല. ആൻഡ് വളരെ സിമ്പിളായി നമുക്ക് സാര അലി ഖാനിൻ്റെ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്ത് അതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഫസ്റ്റ് ഹെയർ സെൻറ്റർ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ ഹെയർ 2 സൈഡായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യാണ്. ആൻഡ് ബാക്കിലത്തെ ഹെയർ നമ്മൾ ക്രാബ് യൂസ് ചെയ്ത് ജസ്റ്റ് സെക്യൂർ ചെയ്യാണ്. ആൻഡ് ഫ്രണ്ടിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത ഹെയർ ഇതുപോലെ ബാക്കിലോട്ടേക്കാണ് നമ്മൾ കോം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് കോമ്പിങ് ചെയ്യുക. ഞാൻ ബാക്ക് കോമ്പിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ബാക്കിലോട്ട് കോം ചെയ്യുക. ആൻഡ് നമ്മുടെ ടിക്ടോക്ക് സ്ലൈഡ് യൂസ് ചെയ്ത് നമുക്കിതുപോലെ ഹെയർ ഫിക്സ് ചെയ്യാം. ബാക്കിലോട്ട് കോം ചെയ്ത് ഹെയർ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ടിക്ടോക്ക് സ്ലൈഡ് യൂസ് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ക്രാബ് യൂസ് ചെയ്ത് ഹെയർ സെക്യൂർ ചെയ്ത് വെച്ചിരുന്നു. നമുക്കത് ഓപ്പൺ ചെയ്യാം. ആൻഡ് നിങ്ങൾ ജസ്റ്റ് പോണിറ്റെയിൽ ക്ലിപ്പ് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ആൻഡ് ലിറ്റിൽ ലോ ബൺ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം. ഫ്രണ്ടിൽ മാത്രമാണ് ഞാൻ ഇവിടെ സാര അലി ഖാനിൻ്റെ ഹെയർ ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. സോ ഇതാണ് ഫ്രണ്ടിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ലുക്ക്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ലുക്കല്ല, എൻ്റെ ഏഞ്ചൽ ക്രിയേറ്റ് ചെയ്ത ലുക്കാണിത്. സോ നിങ്ങളെല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് മറക്കരുത്. എൻ്റെ ഏഞ്ചൽ ക്രിയേറ്റ് ചെയ്ത ലുക്കാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.